ഹായ് ഹലോ, രാജീവ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് അമ്മ പറയാൻ വന്നിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഒരു ഹെയർ സിറത്തിനെ പറ്റിയിട്ടാട്ടോ. ഹെയർ സിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാത്രി മുടിയൊക്കെ കെട്ടറുത്തിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അത് എങ്ങനെ ഉപയോഗിക്കാന്ന് അമ്മ പറഞ്ഞു തരാം. ആദ്യം അതിന് എന്തൊക്കെയാ വേണ്ടതെന്ന് അമ്മ ആദ്യം പറയട്ടെ. അത് അമ്മ എണ്ണ കാച്ചി കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ അതിന് ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്നറിയോ? ആദ്യം വേണ്ടത് നമുക്ക് കരിഞ്ജീരകം, അത് 1 സ്പൂണ്. പിന്നെ ഉലുവ, അതും 1 സ്പൂണ്. പിന്നെ വേണ്ടത് നമ്മളെ കുരുമുളക്, അതും 1 സ്പൂണ്. പിന്നെ ജീരകം, അതും 1 സ്പൂണ്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ? ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ വല്ലാതെ നൈസായിട്ട് പൊടിക്കണ്ട, ക്രഷ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇത് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കണത് എന്ന് പറഞ്ഞുതരാം. പിന്നെ അതിന് വേണ്ട 2 ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ട്. നമ്മളെ തെച്ചിപ്പൂവ്, നിങ്ങൾക്ക് അറിയില്ലേ തെച്ചി? ഞാൻ എടുത്തിട്ടുള്ളത് നാട്ടിലെ തെച്ചി തന്നെയാണ് കേട്ടോ. ഉണ്ട തെച്ചിയില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. ഇനി കാട്ടിലുണ്ടാവണ തെച്ചി ഉണ്ട്, ഒറ്റയായിട്ടുള്ളത്. അത് ഉണ്ടയിട്ടും ഉണ്ട്, അതും കുഴപ്പമില്ല കേട്ടോ. പണ്ട് നമ്മളെ അമ്മമാര് നമുക്ക് പണ്ട് എണ്ണ കാച്ചിരുന്ന് തെച്ചിയൊക്കെ ഇട്ടിട്ടായിരുന്നു അല്ലേ. ഇപ്പോൾ തെച്ചിയൊന്നും ആരും കൂട്ടുന്നത് ഞാൻ കാണുന്നില്ല. പക്ഷെ തെച്ചി നല്ലതാണ് കേട്ടോ നമ്മുടെ മുടിക്കൊക്കെ. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ? കറിവേപ്പില, നമ്മളെ സ്വന്തം കറിവേപ്പില. അത് എന്താ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാട്ടോ. ഇത് എങ്ങനെ എണ്ണ കാച്ചുക എന്നുള്ളത് അമ്മ പറയട്ടെ. ഇത് നമ്മൾ എണ്ണ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി അതിനനുസരിച്ച് അടുപ്പത്ത് വെച്ചോളൂ. അമ്മ ഇപ്പൊ ഒരു 200 ഗ്രാം വെളിച്ചെണ്ണയിലേക്കുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ആദ്യം നമ്മൾ അടുപ്പത്ത് വെക്കണത് നമ്മളുടെ വെളിച്ചെണ്ണയാണ്. നമ്മൾ സാധാ വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണയാണ് അമ്മ വെച്ചിട്ടുള്ളത്. അതൊരു 200 ഗ്രാം മതി കേട്ടോ. 200. പിന്നെ അതിലേക്ക് വേണ്ട ക്വാണ്ടിറ്റിയാണ് അമ്മ ഇപ്പൊ ഈ പറഞ്ഞത് അത്രയും. ഒക്കെ ഓരോ സ്പൂണ് ക്രഷ് ചെയ്ത സാധനങ്ങള്. അപ്പൊ നമ്മളിത് എങ്ങനെയെന്ന് അറിയും? കാച്ച എണ്ണ നന്നായി ചൂടാവുമ്പോൾ, അപ്പൊ അത് എന്താ വെച്ചാൽ അത്യാവശ്യം ചൂടാവുമ്പോൾ നമ്മൾ കറിവേപ്പില അതിലേക്ക് ഇടുകയാണ്. കറിവേപ്പിലയും തെച്ചിപ്പൂവും കൂടി അതിലേക്ക് ഇടുകയാണ്. അപ്പൊ അത് പൊട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിലത്തെ വെള്ളമൊക്കെയാണ് വറ്റി, അത്രയും വേണ്ടു, കരിയരുത് നോക്കണം. അത് വെള്ളമൊക്കെ വറ്റിയാൽ പൊട്ടിയോട് കൂടി നമ്മൾ തീ ഓഫ് ചെയ്യണം കേട്ടോ. ഓഫ് ചെയ്യാൻ മറക്കരുത്. കത്തിയോ എണ്ണ കാച്ചേണ്ട ഇതിൽ തീ ഓഫ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് ആദ്യം ഓഫ് ചെയ്ത് വെക്കണേ. ഇത് പൊട്ടി കഴിഞ്ഞതും ഓഫ് ചെയ്യണം. എന്നിട്ട് നമ്മൾ പിന്നെ എന്താ ചെയ്യുക? ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടികൾ അതിലേക്ക് ചേർത്ത്, പൊടിഞ്ഞിട്ടില്ല, തരിതരിപ്പാണ്, ഒരുപാട് പൊടിച്ചിട്ടില്ല കേട്ടോ. 2 പ്രാവശ്യം ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ അത് അതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ഇളക്കിയിട്ട് അതിന് ഒന്നിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കുക. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കിയതിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അത് അവിടെ വെക്കുക. എന്നിട്ട് അടച്ചു വെക്കൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ വെച്ചതിന്റെ ശേഷം എന്ത് ചെയ്യും? നമ്മൾ ഒരു ബൗളിലേക്ക് ആക്കുക. ആ ബൗളിലേക്ക് ഊറ്റി വെച്ചോളൂ കേട്ടോ. വല്ലാതെ ചൂടാറുന്നതിന്റെ മുന്നേ ബൗളിലേക്ക് ഊറ്റി വെച്ചോളൂ. പിന്നെ നിങ്ങൾ ഉപയോഗിക്കണ ഏതെങ്കിലും ഒരു കുപ്പിയിലേക്ക്, എയർടൈറ്റുള്ള ഒരു കുപ്പിയിലേക്ക് അടച്ചു വെക്കുക കേട്ടോ. അപ്പൊ എണ്ണ എങ്ങനെ കാച്ചുക എന്നുള്ളത് മനസ്സിലായില്ലേ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇതിന്റെ ഗുണങ്ങൾ അമ്മ പറഞ്ഞു തരട്ടെ. ഇത് രാത്രി നമ്മൾ എങ്ങനെ ഉപയോഗിക്കാന്നറിയോ? എന്താ ഇപ്പൊ പറയാ, നിപ്പിൾ ഉണ്ടെങ്കിൽ സുഖമായിരുന്നു. പണ്ട് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണ നിപ്പിൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയില്ലേ? എങ്ങനെ പിടിച്ചിട്ടുള്ള നിപ്പിൾ. എൻ്റെ കയ്യിൽ അതില്ല, ഞാൻ കൈ കൊണ്ടാണ് തൊട്ട് പെരട്ടാറ്. ഇത് എങ്ങനെ തേക്കുക വെച്ചാല്, ഇത് എന്തിനാ തേക്കണമെന്ന് ആദ്യം പറഞ്ഞുതരാം. നമുക്ക് ഈ തണുപ്പ് കാരണം നീരിറക്കത്തിന്റെ ഒക്കെ ദോഷം ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്ക് ഈ എണ്ണ സൂപ്പറാട്ടോ. നീരിറക്കത്തിന്റെ യാതൊരു ദോഷവും പിന്നെ വരുന്നില്ല, അവിടെ നീരിറക്കേ വരുന്നില്ല. പിന്നെ നമ്മളെ മുടി വളർച്ച നല്ലോണം കൂട്ടും. അറിയാലോ, നമ്മളെ കറിവേപ്പിലും തെച്ചിപ്പോവും. പിന്നെ നമ്മൾ ജീരകം, നമുക്ക് മുടിക്കൊക്കെ നല്ലതാട്ടോ. നമ്മളെ ജീരകം എല്ലാ കാലത്തും നമ്മളെ അമ്മമാര് പണ്ടേ കുരുമുളകും ജീരകം ഇട്ട എണ്ണയാണ് കേട്ടോ. അതിൽ തെച്ചിപ്പൂവും കറിവേപ്പിലൊക്കെ നമ്മളെ അമ്മമാര് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴാണ് ഇപ്പൊ അത് ആൾക്കാർക്കൊക്കെ അറിവ് പോയി. ഇപ്പൊ നമ്മൾ ഭൃംഗരാജ, നീലഭൃംഗാദി, അങ്ങനെ ഡാബറാമലൊക്കെ പറഞ്ഞു വരുന്ന നമ്മളെ പണ്ടത്തെ അമ്മമാരുടെ നാട്ടുവൈദ്യങ്ങളാട്ടോ. ഇതൊക്കെ ഞാനും എന്നോ കുട്ടിക്കാലത്ത് തേച്ചിരുന്നാണ് ഈ ഭൃംഗരാജ്. അത് നിർത്തിപ്പോയി. ചേച്ചിയൊക്കെയാണ് അത് കൂടുതൽ തേച്ചിട്ടുള്ളത്. ചേച്ചിക്ക് ഇപ്പോഴും പനങ്കോല കണക്ക്. ചേച്ചിക്ക് ഷുഗർക്ക് ഇപ്പൊ തന്നെ 1 കൊല്ലൊക്കെ ആയിട്ട് വന്നിട്ട്, അതുകൊണ്ട് ചേച്ചിയുടെ മുടി പോയിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ ചേച്ചിയുടെ കൂട്ടം പറഞ്ഞ് നീട്ടി വലിച്ചു എന്ന് ആരും പറയരുത്. വെറുതെ നമ്മള് മനുഷ്യന്മാരല്ലേ വെച്ചിട്ട് അങ്ങനെ പറഞ്ഞു എന്നല്ലോ കേട്ടോ. അപ്പൊ ഇത് എങ്ങനെ ഉപയോഗിക്കാന്ന് പറഞ്ഞു തരട്ടെ. ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇത് പേൻ ശല്യത്തിന് ഒന്നാമനാട്ടോ. പേനും ഉണ്ടാവില്ല, കുട്ടികളുടെ തലയിൽ പേനും ഉണ്ടാവില്ല. ഇത് രാത്രി എങ്ങനെ തേക്കാന്നറിയോ? അതിന്റെ പ്രത്യേകത പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എന്താ ചെയ്യാന്നറിയോ? നിങ്ങൾക്ക് ഡ്രോപ്സ് ഒന്നും പറയണില്ല അമ്മ. കുറച്ച് കയ്യിലേക്ക് ഒരു നുള്ളെടുത്തിട്ടേ, ഒരു 4-5 തുള്ളി എടുത്തിട്ട് നമ്മളെ പിൻകുഴിയില്ലേ, പിന്നാങ്കുഴി, ആ പിന്നാങ്കുഴിയിൽ ഒന്ന് ആദ്യം എണ്ണ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ 2 സൈഡ് ഉണ്ടല്ലോ, ഇവിടെ 2 സൈഡിലും കുറേശ്ശെ എണ്ണ കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ശിരസ്സൊന്നും ഒന്നുകൊണ്ട് വിട്ടിട്ട് ഒന്നിങ്ങനെ ഇവിടെ ഈ ഭാഗത്ത് ഒരു 2 തുള്ളി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് നല്ല മസാജ്. മുടിയിൽ കൂട് പാടില്ല,
നല്ല കെട്ടറുത്ത നല്ല മുടിയാവണം. ഇത് തേക്കുമ്പോഴേക്കും നമ്മൾ നല്ല വൃത്തിയുള്ള മുടിയാക്കി വെക്കണം. എന്നിട്ട് നമ്മൾ കൈ ചൂടാക്കിയിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് നന്നായിട്ട് നമ്മൾ നല്ല മസാജ് ചെയ്യുക. എന്നിട്ട് നമ്മൾ രാത്രി എങ്ങനെ മുടി കെട്ടുക എന്നറിയോ നിങ്ങൾക്ക്? നമ്മൾ രാത്രി അസലായിട്ട് മുടി ചീന്തി ഇങ്ങനെ കിഴക്കാൻ തൂക്ക് നിന്ന് ചീന്തി, അതൊക്കെ ഇപ്പൊ ഇനി അമ്മ ഒരു ദിവസം വിടാം അല്ലേ, വേറൊരു വീഡിയോ കാണിച്ചു തരണ്ട കേട്ടോ. എന്നിട്ട് നമ്മൾ നെറുകിലേക്ക് കെട്ടി വെച്ചാലാണ് മുടി വളർച്ച കൂടുക. രാത്രിയിലാട്ടോ മുടി വളർച്ച കൂടുക. അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. രാത്രി നന്നായി മുടി വളരുന്ന പറയണത്. കുട്ടികൾക്ക് പ്രത്യേകിച്ചും അമ്മമാർക്കും നമ്മൾ നോക്കണമല്ലോ. ഏത് കാലത്തും നമ്മളെ ഓട് കണ്ടുകൊണ്ട് നമുക്കൊരു സ്വൈരക്കേടല്ലേ. എന്നോട് കുട്ടികൾ ചോദിക്കണ്ടായിരുന്നു അമ്മയ്ക്ക് എത്ര മുടി ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. 16 വർഷമായിട്ട് ഷുഗർ വന്ന് പെട്ടതിന് ശേഷം മുടി കുറേയൊക്കെ കൊഴിഞ്ഞു പോയി. ഇപ്പോഴും തിരക്കടില്ലാതൊക്കെ മുടി ഉണ്ട്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കാണിച്ചു തരാം. എന്താണോ നല്ല കട്ടിക്കൊക്കെ ഉണ്ട്. ഒരുപാട് ഇറക്കുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് വെട്ടിക്കളഞ്ഞു. കാരണം ഇങ്ങനെ നീണ്ടു തൂങ്ങിയത് വേണ്ട വെച്ചിട്ട്. അത്യാവശ്യം ഒരു മുടിയൊക്കെ ഉണ്ട് കേട്ടോ. അമ്മ അപ്പോഴൊക്കെയാണ് മുടി നോക്കൽ തുടങ്ങിയത്. ഷുഗർ വന്നപ്പോൾ അമ്മയ്ക്ക് ആകെ വിഷമായി, ഇനി മുടിയൊക്കെ പോയോ എന്നുള്ളൊരു വിചാരം. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അമ്മയ്ക്ക് മുടിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതാരും മറക്കരുത്. അങ്ങനെ മുടിയിൽ എന്തായാലും ഒരു ഉപകാരപ്പെട്ട വീഡിയോ ആണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മ അതൊക്കെ എല്ലാവർക്കും പറഞ്ഞു തരുന്നത്. അമ്മ ഇത് ചെയ്യലുണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ എല്ലാവരും ചെയ്യണം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ അമ്മയെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇത് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് എല്ലാവർക്കും എത്തിക്കണം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.